Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to half day in my life. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒബ്വിയസ്ലി ഡേ ഇൻ മൈ ലൈഫാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റിട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. 6:30 ഇത്രയും ഇരുട്ടും ഇത്രയും ഫോഗി ആയിട്ട് ഞാൻ കണ്ടിട്ടും പോലുമില്ല. ഇതൊക്കെ ഞാൻ എണീറ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇതിലും ഇരുട്ടായിരുന്നു. ഇപ്പം കുറച്ച് ലൈറ്റ് വന്നു. രാത്രി മാതിരി ഇരുന്നു. ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഭയങ്കര തണുപ്പുണ്ടെന്ന്, ഭയങ്കര ഫോഗി ആൻഡ് ഭയങ്കര തണുപ്പുള്ള ദിവസമാണ് കേട്ടോ. എന്നാൽ എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ തന്നെ കേൾഡും വയ്യായികൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ലൈക്ക് 5 കൊല്ലമായി ബാംഗ്ലൂർ വന്നിട്ട് ഇങ്ങനെ ഞാൻ ഫോഗായിട്ടും ഇങ്ങനെ ഈ 6:30 ഇത്രയും ഇരുട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അയ്യോ എൻ്റെ അമ്മ. നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എണീറ്റിട്ട് ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല. അതിന് മുന്നേ എനിക്ക് കുറച്ച് പണിയുണ്ടായി എന്നെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം ബ്രഷ് ചെയ്യണതിന് മുന്നേ ഞാൻ പയ്യെ സംസാരിക്കണത് വാവ അവിടെ കിടക്കുകയാണ്. കിരൺ ജിമ്മിൽ പോയേക്കണത് കൊണ്ട് അവിടെ അടുത്ത ആരുമില്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാൽ പുള്ളിക്കാരത്തി എണീറ്റ് പോരും. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ ഒരു തിരക്കിലാണ് രാവിലെ. അപ്പോൾ വേവിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ട് പോയിട്ട് ബ്രഷ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വരുന്ന സമയത്തിനുള്ളിൽ വേവുമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചാണ്. നമ്മൾ സ്ഥിരം ബ്രോക്കോളി സാൻഡ്വിച്ചാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിൽ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഗ്ഗ് ബ്രോക്കോളി സാൻഡ്വിച്ച്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്രോക്കോളി വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. കുക്കറിൻ്റെ ഇഡ്ഡലി തട്ടിനകത്താണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. ആദ്യം നമ്മൾ പണ്ടൊക്കെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഗുണങ്ങൾ പോകുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടാണ്, മേ ബി ഒരു 1 year എങ്കിലായിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും നമുക്ക് ബ്രോക്കോളി ആവശ്യമില്ല. പക്ഷേ ബ്രോക്കോളി എടുത്ത സ്ഥിതിക്ക് ഫുള്ളും അങ്ങോട്ട് വേവിച്ച് വയ്ക്കുകയാണ്. വെള്ളം വെച്ചിട്ടുണ്ട് അടിയിൽ ഒബ്വിയസ്ലി. അപ്പോൾ ഇതൊന്നും കൂടെ വേവട്ടെ അവിടെ ഇരുന്നിട്ട്. മീൻവയൽ മുട്ടയും കൂടി നമുക്ക് ഇടാൻ, മാവയുടെ ബോട്ടിൽ മുട്ടയും കൂടി നമുക്ക് എന്താ പറയുക ഒന്ന് പുഴുങ്ങാൻ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കോട്ട് ബ്രഷ് ചെയ്യാം. അപ്പോൾ ഒരു 4 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. എനിക്കും അമ്മയ്ക്കും ഉണ്ണിക്കുട്ടിക്കും കൂടി വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ അവന് സ്നാക്കായിട്ട് എഗ്ഗ് ബോയിൽ ചെയ്ത് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ അടുത്ത് തുടങ്ങിയ പരിപാടിയാണ് അതൊക്കെ. 1-2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, അതായത് ബ്രോക്കോളി വേവിക്കാൻ വെച്ചതും അതിൻ്റെ ഓൾസോ മുട്ടയും കൂടി ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കും ഏകദേശം ഇതൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ പല്ലിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെന്തോന്ന് നോക്കാം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി റെഡിയാക്കാൻ. സമയം പോവാണേ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഞെക്കി നോക്കിയാൽ മതി. അങ്ങനെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഞെക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കുക്കായോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാവേ. ഇത് ഓഫ് ചെയ്തു. അതിൻ്റെ എഗ്ഗ് ഒബ്വിയസ്ലി ആയിട്ടുണ്ടാവണം. എനിക്ക് എഗ്ഗിൻ്റെ കണക്ക് എപ്പോഴും വെച്ചിപ്പോവും. അമ്മ ഭയങ്കര പെർഫെക്റ്റാണ്. പക്ഷേ ഇത് മതിയെന്ന് തോന്നും. ബിക്കോസ് ഞാൻ ബാത്റൂമിൽ പോയി പല്ലി ഇതൊക്കെ വന്നില്ലേ. അപ്പോൾ ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പോൾ ഇതെന്തായാലും ആയിട്ടുണ്ടാവും. ഇതും ഓഫ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ബോയിൽഡ് എഗ്ഗ് ചോപ്പ് ചെയ്യും കേട്ടോ. നന്നായിട്ട് കുനുകുനാന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഇടും. പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടും. പിന്നെ നമ്മുടെ ബ്രോക്കോളി മിൻസ് ചെയ്തത് ഇങ്ങനെ അതും അരിഞ്ഞത് അങ്ങനെ ഇടും. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തത് റെക്കോർഡായില്ലായിരുന്നു. അതായത് പിന്നെ ഉപ്പിട്ടു, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, പിന്നെ നമ്മുടെ ചീസ് ഇതില്ലേ എന്താ പറയുക ചീസ് സ്പ്രെഡ് അതിട്ടു, പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടത് എനിക്ക് കുറച്ച് എക്സ്ട്രാ വേണം തോന്നിയിട്ടാണ് ഈ പെപ്പർ ഉണ്ടാകുന്ന പറഞ്ഞത്. പിന്നെ ഒറിഗാനോ കുറച്ചും കൂടി എക്സ്ട്രാ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ഇതില്ലേ മല്ലിയില, അത് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇടുന്നത് നാരങ്ങ ജ്യൂസാണ് കേട്ടോ. നാരങ്ങ ജ്യൂസ് ഒരു ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഇട്ടാൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഇപ്പോൾ അതാണ് മല്ലിയില. ഇതിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ഇടുക. ആദ്യം ഞാൻ ഓർത്ത് പണി പാളിയെന്ന് വിചാരിച്ചു. പക്ഷേ മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടി തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി നല്ല
ക്രീമി നല്ല എന്താ പറയുക നല്ല ഒന്നും കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാവും കേട്ടോ. കൂടുതൽ ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ കൂടെ ഇടുക. കൂടുതൽ എന്തൊക്കെയാണെങ്കിലും ചീസായിരിക്കണം, കുറച്ച് തൈരിടണം. എന്നിട്ട് ഞാനിപ്പോൾ ഇത്രയും കൂടി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് പാകമായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും ഇപ്പം നിങ്ങളുടെ പ്രിഫറൻസിന് കുരുമുളകും കൂടി എക്സ്ട്രാ വേണം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ വേണമെങ്കിൽ കുരുമുളകോ ഓറിഗാനോ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ വയ്ക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിയുക, അത്രേ ഉള്ളൂ. അപ്പോൾ മുട്ടയുടെ ആ ഒരു മഞ്ഞയും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ വെച്ചിട്ട് നമ്മളതൊന്ന് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ബ്രെഡ് വെക്കുക. ബ്രെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കില്ലേ, ടോസ്റ്റ് ചെയ്തെടുക്കില്ലേ. ഞാൻ യൂഷ്വലി സാൻഡ്വിച്ച് മേക്കറിനകത്ത് ഉണ്ടാക്കണം, പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ടേസ്റ്റ് ഇഷ്ടമായത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഇച്ചിരി കൂടി വേണമെങ്കിൽ ബട്ടർ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഈ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മുകളിൽ ഒരു സ്ലൈസും കൂടി വെച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുക. ഉണ്ണിക്കുട്ടിക്ക് 2 എണ്ണം ഇതുപോലത്തെ കൊടുത്തു വിട്ടു, 1 എണ്ണം കഴിക്കാനും കൊടുക്കും. അതാണ് അവൻ്റെ ഒരു കണക്ക്. നമുക്കും അത്രയും കഴിക്കാൻ പറ്റും കേട്ടോ. ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ് വെച്ചേക്കുന്നത്. ഇത് ബോയിൽഡ് എഗ്ഗാണ്, പിന്നെ വെള്ളം സ്നാക്കായിട്ട് ഇന്ന് ബോയിൽഡ് എഗ്ഗാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. അവിടെ ഉണ്ണിക്കുട്ടീനെ ഓൾറെഡി അമ്മ എണീപ്പിച്ച് പല്ല് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർന്നില്ലായിരുന്നു. ലഞ്ച് വെച്ചു, ടവൽ വെച്ചു, പിന്നെ എഗ്ഗ് വെച്ചു, ആൻഡ് ഓൾസോ നമ്മൾ വെള്ളവും വെച്ചു. അപ്പോൾ നമ്മുടെ ലഞ്ച് ബാഗ് റെഡിയായി. ഇതുകൊണ്ട് വെച്ചിട്ട് അവൻ്റെ എന്തായി നോക്കണം. എന്നിട്ട് എനിക്ക് റെഡി ആവണം. ഞാൻ എൻ്റെ കഴിക്കാനുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതും ഉണ്ടാക്കണം. ഇന്ന് ഞാൻ ഓട്സ് ആണ് ആക്കണത്. കയ്യിൽ കിട്ടി ഫോർക്കൊക്കെ വെച്ചിട്ടാണ് ഇളക്കണത്. ഓട്സാണ്. ഇന്നലെ ഞാൻ റാഗിയാണ് ഓൾട്ടർനേറ്റീവ്സാണ് കൊണ്ടുപോകണമല്ല കഴിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഓട്സും റെഡി ആയി കഴിഞ്ഞു. ഇനി എനിക്ക് വേഗം പോയിട്ട് ഒരുങ്ങാം ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് എന്നിട്ടാണ് പറയാൻ വേണ്ടി വന്നത്. ബിക്കോസ് ഇതായിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ ഇത്തിരി തണുക്കാൻ വെച്ചിട്ടാണ് എനിക്ക് പോവാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഉണ്ണിക്കുട്ടി ഡ്രസ്സ് യൂണിഫോമൊക്കെ ഇട്ട് എൻ്റെ സാൻഡ്വിച്ച് കഴിച്ചു തുടങ്ങി. പറയോടാ, റിവ്യൂ പറയോടാ, എങ്ങനെയുണ്ട്? നല്ലതാണോ? ഇഷ്ടമായോ? വേഗം കഴിക്കുക, അപ്പോഴത്തേക്കും അമ്മ റെഡി ആയിട്ട് കേട്ടാ. അങ്ങനെ ജിമ്മിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു. പിന്നെ മുടീൻ്റെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, എൻ്റെ ഹെയർ സ്റ്റൈൽ, മുടീൻ്റെ ഹെയർ സ്റ്റൈൽ ഒരു പോണി കെട്ടിട്ട് അതിൻ്റെ അത് 2 ബ്രൈഡ് വെക്കുക. എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹെവിനെസ്. നമുക്ക് വർക്കിന് കുഞ്ഞൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ തലയിലൊക്കെ വന്നടിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടും. അപ്പോൾ ഇത് നല്ല കൺവീനിയൻ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് വർക്ക് ചെയ്യാം. ഭയങ്കര പുതിയ സ്റ്റൈലാണ്, ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ ഇടാൻ വേണ്ടി പോകുന്നത് ഡോട്ടൻകിൻ്റെ സെറമൈറ്റ്സ് മോയ്സ്ചറൈസറാണ്. ഇത് ആക്ച്വലി നോർമൽ ടു ഡ്രൈ സ്കിന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കാരണം എൻ്റെ സ്കിൻ ഭയങ്കര ഡ്രൈ ആണ്. ബോഡി ആണെങ്കിലും അതെ, എന്നിട്ടാണ് ഫേസ് ആണെങ്കിലും അതെ, ഭയങ്കര തണുപ്പാണല്ലോ ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മോയ്സ്ചറൈസിങ് കിട്ടും കേട്ടോ. നല്ല ഡ്രൈ നോർമൽ സ്കിൻ ആൾക്കാർക്കൊക്കെ അടിപൊളിയാണ്. എനിക്ക് മുന്നേ നമ്മുടെ സാധാരണ ക്ലൈമറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസർ ഈ വിന്ററിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിറച്ച് ഡ്രൈ പാച്ചസ് വരുമെന്ന് ഇവിടെ വെച്ചാൽ പോരാ മോയ്സ്ചറൈസേഷൻ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇത്. അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഇത്. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ എക്കോളജിക്കൻ്റെ വൺ. ദൈവമേ, സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടട്ടെ ഇറങ്ങി. ഇന്ന് എന്തുമില്ല കേട്ടാമ്മ, ഇന്ന് എന്തുമില്ല. ഇന്ന് ഓഫീസിൽ പോകണമെന്നുണ്ട്. എന്തുന്ന് ജിമ്മിലേക്കില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ഓക്കെ, ഞാൻ ലിപ് ബാം ഇടുകയാണ്. ലിപ് ബാം ഇട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടോളൂ. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഭയങ്കര സെറ്റപ്പായിട്ടാണ് ഞാൻ ജിമ്മിൽ പോണത്. ഓഫീസിൽ പോകണം. നേരത്തെ പോകണമെന്ന് കോട്ടിലൊക്കെ പോകാനുണ്ടത്. സെറ്റിങ് പോയിട്ട് ലിപ്സ്റ്റിക്കും ഐബ്രോസും കൂടി ഫില്ല് ചെയ്ത് റെഡി. യെസ്, അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജിം ബാഗ് റെഡിയാണ്. എൻ്റെ കൊച്ച് റെഡിയാണ് ഓൾമോസ്റ്റ്. അമ്മ ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? ഗുഡ് മോർണിംഗ് അല്ലേ? നല്ല തണുപ്പ്. അത് തന്നെ ഞാൻ അമ്മ അടുത്ത് പറയുന്നത്, രാവിലെ കുറ്റാക്കുറ്റിട്ടായിട്ടിരുന്നു അല്ലേടാ. പൊടി റെഡി അല്ലേ? വേം വാ, സമയം 7:40. ഇപ്പൊ ബസ് വരും. ഓടിവാ, സമയം പോണു. എടാ ബൈ വരടാ, ബൈ. ഹലോ. അങ്ങനെ ഉണ്ണിക്കുട്ടീനെ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ ജിമ്മിൽ വന്നേക്കാണ്. ആക്ച്വലി
ആ ദേ ദേ ആരാ നോക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞില്ല പിന്നത്തെ ശരിയപ്പ നമ്മൾ ട്രെയിനർ അതിൻ്റെ ഇടയിൽ കൂടി ഇറങ്ങിപ്പോയി. പാവം പിടിച്ച മനസ്സിലാണ് എന്തൊരു വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ തങ്കം പോലത്തെ മനസ്സിലാണ്. അപ്പൊ ഞങ്ങൾ പൊട്ടെന്നാ ചേച്ചാ. അപ്പൊ ഞാൻ അന്ന് ആക്കിയിട്ട് ജിമ്മിലേക്ക് വന്നത്. ആക്ച്വലി ഇന്നലെ ഞാൻ ജിമ്മിൽ വന്നത് 5-6 ദിവസത്തിന് ശേഷമാണ്. ബിക്കോസ് എനിക്ക് കുറേ ദിവസമായിട്ട് കോൾഡും കുന്തമൊക്കെ ആയിരുന്നു. ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു കോൾഡ് കാരണം. അപ്പം അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റോറി കാണുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ പോയില്ല ഞാൻ. ഇന്നലെ വന്നിട്ട് ഭാഗ്യത്തിന് പുള്ളി ലീവായിരുന്നു. പുള്ളി ഭാഗ്യത്തിന് ലീവ് തന്നെ നല്ലോണം വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ടയർഡായിപ്പോൾ ചില സമയത്ത്. അപ്പോൾ പുള്ളി ലീവായതുകൊണ്ട് ഞാൻ ഒന്ന് കാർഡിയോ ഒക്കെ ചെയ്തിൻ്റെ ബോഡിയൊക്കെ സെറ്റാക്കി ഇന്ന് പോയിട്ട് നമുക്ക് പട്ടിപ്പൊടി എടുക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഈ ഒരു ലെഗിൻസും ഷൂസും ടോപ്പും. സോ നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നമുക്ക് എന്തിട്ടാണ് ഇവിടെ ജിമ്മിൻ്റെ ഉള്ളിലാണ്. മുകളിലൊരു ഫ്ലോർ ഉണ്ട്. അവിടെ നമ്മൾ മറ്റേ ക്രോസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പോകട്ടെ. അപ്പോൾ ഇന്ന് ഇവിടെ അകത്തെ വർക്കൗട്ട്സ് ആണ്. എൻ്റെ അടുത്ത് ചില ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ പറയാറുണ്ട് ചേച്ചി ഓരോ ദിവസം എന്ത് വർക്കൗട്ടാണ് ചെയ്യണമെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. പല വെയ്റ്റ്സ് വെച്ചിട്ടുള്ള വർക്കൗട്ട്സ് ആണ്. ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള വർക്കൗട്ട്സ് ആണ് മിക്ക ദിവസവും ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്നെ പറഞ്ഞു തരാമെന്ന് അറിയില്ല. പിന്നെ ഓരോ ദിവസവും നമുക്കിത് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കാർഡിയോയുടെ സമയമാണ്. ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ഇപ്പോൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് കവിത. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫ്രണ്ട്, നമ്മുടെ സബ്സ്ക്രൈബറുമാണ്. കവിത എന്നാണ് പേര്. വേറെയും 2-3 പേരുണ്ട് കേട്ടോ. ദീപ പറഞ്ഞിട്ട് ദീപ ഇന്ന് വന്നില്ല. ദീപ ഇന്ന് ഉണ്ടാവേണ്ടതായിരുന്നു, ദീപ വന്നില്ല. പിന്നെ വിഷ്ണു ഇപ്പോൾ പോയി. പിന്നെ വേറൊരു പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, ഹൈറ്റുള്ള ആള്. എനിക്ക് ഞാൻ പേര് മറന്നു കേട്ടോ, സോറി. നമുക്കിവിടെ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മളെല്ലാവരും നല്ല കട്ട കമ്പനിയായ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഞ്ചപ്പരിമ മാറ്റം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ചേട്ടാ മൺഡേ കാണാം. അങ്ങനെ ഞാൻ എൻ്റെ ജിമ്മിലത്തെ വർക്കൗട്ടും കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയേക്കാണ്. രാവിലെ നമ്മൾ എത്ര ഫോഗിയാണെന്ന് കണ്ടല്ലോ. ഇന്ന് ഡേ ടൈം ഭയങ്കര വെയിലാണ് കേട്ടോ, പൊള്ളണ പോലത്തെ വെയിലാണ്. സോ നമുക്ക് വീട്ടിൽ കയറാം. ഹലോ ചെറുതേ പഠിച്ചേ വന്നാ പൊന്നു അമ്മ വന്നടാ. ഗുഡ് മോർണിംഗ്. എപ്പ എണീറ്റോ? ആണോ? ആയിക്കോട്ടെ. പാപ്പ കഴിച്ചോ? ഹലോ. അങ്ങനെ നമ്മളുടെ രാവിലെ ഉണ്ടാക്കി അമ്മക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് പറഞ്ഞ അമ്മേന് മാമ. ഇന്നത്തെ സാൻഡ്വിച്ചിന്റെ കൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നല്ല യമ്മിയല്ലേ? യമ്മിയായിരുന്നു. ഇടയ്ക്ക് അമ്മക്ക് ഞാൻ ഉണ്ടാക്കണത് അമ്മക്ക് പിടിക്കാറില്ല. ഇടയ്ക്ക് ഇഷ്ടമാവാറില്ലല്ലോ. ഇതിപ്പോ എന്താ കുഴപ്പം? നമുക്ക് ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ വലിയ ഞാൻ ചിലപ്പോ ഇങ്ങനെ അരിയും സവാള മറ്റേ ചോപ്പറിൽ അപ്പൊ വലിയ കഷ്ണം അവർക്കും അമ്മക്ക് ഇഷ്ടാവില്ല. അപ്പൊ അമ്മ പറഞ്ഞ എപ്പോഴും ഇതിനേക്കാളും ഇന്ന് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലേ? ഇന്ന് ഹാപ്പി നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മോൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വലിയ ഡിമാൻഡ് ഒക്കെ വെച്ചിട്ടാ കാലത്ത് വരണത്. അതെ, ഇന്ന് കൊടുത്തപ്പോഴേക്കും അമ്മ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇന്ന് അവന് എണീറ്റപ്പോ തന്നെ അവൻ പറയാനേ ഫുൾ ലഞ്ചും എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ പറയാം മുട്ടയുള്ള സാൻഡ്വിച്ച് ആണ് ഞാൻ കഴിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു നിമിഷത്തേക്ക് ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ഞാൻ പറഞ്ഞു നീ അതേ കഴിക്കുന്നു പറഞ്ഞു. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോ എടാ നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് സമാധാനായി. അപ്പൊ ഞാൻ അപ്പോൾ എന്റെ സാൻഡ്വിച്ച് രൂപത്തിൽ കഴിക്കാൻ വേണ്ടി ഇരിക്കണതേ. വാവ ചെട്ടിപ്പോയി കാണിച്ചോ. അപ്പൊ കുറെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. നമ്മൾ നാളെ ട്രാവൽ ചെയ്യണം. നമ്മൾ നാളെ ചെന്നൈയിൽ പോവാണ് കേട്ടോ. ചെന്നൈയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, കിരുടെ ഫ്രണ്ട്സ് ഒക്കെ ചെന്നൈയിലാ. അല്ല, ചെന്നൈ ബേസ്ഡ് ആണ്, എല്ലാവരും US-ലാണ്. നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ട് നമ്മൾ പണ്ട് ലോക്ക്ഡൌണിന് മുന്നേ ആണെന്ന് തോന്നുന്നു. അതെ, ലോക്ക്ഡൌണിന് മുന്നേ നമ്മൾ ചെന്നൈയിൽ ഒരു ഫ്രണ്ടിന്റെ മോളുടെ കാതുകുത്തിന് പോയത് ഓർമ്മ ഉണ്ടാവും ഇരിക്കുന്നു. അത്രയ്ക്കും ബാക്കോട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും. മുരളിയുടെ വാവയുടെ കാതുകുത്ത്. അപ്പൊ മുരളിയുടെ തന്നെ അനിയത്തിയുടെ കല്യാണത്തിനാണ് നമ്മൾ പോണത്. നാളെ റിസപ്ഷൻ, മറ്റന്നാളെ കല്യാണം. ഇനികൾ നമ്മളെ മാതിരിയല്ലല്ലോ, അവർക്ക് ഓപ്പോസിറ്റ് ആണ്. നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് റിസപ്ഷൻ, പക്ഷെ അവർക്ക് നേരെ തിരിച്ചാണ്. തലേദിവസം റിസപ്ഷനും ഫംഗ്ഷനും പരിപാടികളും, പിറ്റേ ദിവസം രാവിലെ കല്യാണമാണ്. അപ്പൊ നാളെ നമ്മൾ ചെന്നൈയിൽ പോവാണ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പാക്ക് ചെയ്യാനുണ്ട്, കുറെ പണിയുണ്ട്. ഒന്ന് പെഡിക്യൂർ ചെയ്യാൻ പോകണം, ത്രെഡ് ചെയ്യാൻ വേണ്ടി പോകണം, പാക്ക് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, അത് വാങ്ങിക്കണം.
11 മണിയാകുമ്പോൾ പുള്ളിനെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് ഞാൻ ഇന്നലെ കൊടുത്തോളൂ. ഞാനൊരു ലെഹങ്കയാണ് മിന്ത്രയിൽ വാങ്ങിച്ചത്, സെമി സ്റ്റിച്ച്ഡ് ലെഹങ്ക. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ബ്ലൗസ് ഇച്ചിരി ലേറ്റ് ആയി വന്നപ്പോൾ, അതുകൊണ്ട് പിന്നെ പുള്ളി സംക്രാന്തിക്ക് ഹോളിഡേക്ക് നാട്ടിൽ പോയേക്കണേന്നു. അപ്പൊ അമ്മ കൈങ്ങനെ വിളിച്ച ചേട്ടാ എനിക്ക് ഒരു ദിവസം എനിക്ക് തയ്ച്ചു തന്നെ പറ്റില്ലെങ്കിൽ നാളെ പരിപാടിയാന്നൊക്കെ പറഞ്ഞ് ഇന്ന് പരിപാടിയെന്ന് പറഞ്ഞേക്കാം. അപ്പൊ 4 മണിക്ക് മുന്നേ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 11 o'clock ആകുമ്പോൾ പുള്ളി നിന്ന് വിളിച്ച് റിമൈൻഡ് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൗസ് മാത്രം സ്കേർട്ട് സ്റ്റിച്ച്ഡ് ആണ്. അതിനൊരു നാട വാങ്ങിക്കണം എനിക്ക് പോയിട്ട്. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ കല്യാണത്തിന് ഞാൻ സൽവാറാണ് തന്നത്. ബിക്കോസ് രാവിലെയാണ് വരണം, 8:10 മുഹൂർത്തം. 8:10 9 മണിക്ക് വരയ്ക്കാണ് വരണം. അപ്പൊ അവിടെ സാരി ഉടുക്കലൊന്നും പ്രാക്ടിക്കൽ അല്ല. പിന്നെ ഈ വാവ കുത്തി മറിയും കയ്യിലിരുന്ന്. അപ്പൊ അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ സാരി എടുക്കുന്നില്ല. അവിടെ ഞാൻ സൽവാർ ഒരെണ്ണം മിന്ത്രയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഹോൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാട്ടോ. നല്ല രസമുള്ള സാധനങ്ങൾ എനിക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു റെഡ് സൽവാർ പോലത്തെ സാധനമാണ് ഞാൻ ഇടുന്നത്. അപ്പൊ സോർട്ടഡ് ആണ്. എന്റെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. എന്തൊരു വികൃതി എന്ന് പറയാം, ഒരു സ്റ്റൂളും ഒരു പീഠമുണ്ട്, അത് കൊണ്ടിട്ട് സകല പഞ്ചായത്ത് മുഴുവൻ കയറി ഇറങ്ങലാണ് പരിപാടി. അല്ലേ അല്ലേ? പൊന്നവിടെ ഇരിക്കും, ജീവനല്ല അവിടെ ഇരിക്കും. അപ്പൊ ഞാൻ എന്റെ സാൻഡ്വിച്ച് കഴിക്കാണ് കേട്ടോ. നിനക്ക് വേണോ സാൻഡ്വിച്ച്? സാധനമൊക്കെ വെച്ചിട്ട് നിനക്ക് പിന്നെ കുളിക്കണം, ഹെയർ കളർ ചെയ്യണം, കുറെ പരിപാടി ഉണ്ട് നമുക്ക്. ഓക്കെ, ഹലോ. ഇപ്പൊ ഞാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു, ചായ ഒക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയി. ഹലോ, എന്റെ വാലിട്ട് എന്റെ കൂടെ നടക്കാണ് പിടിച്ച്. അപ്പൊ അമ്മ പിരിച്ചെടുത്ത് വർത്തമാനോട്ടൊക്കെയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് കല്യാണത്തിന് സൽവാറാണ് വന്നത്. അപ്പൊ ആ സൽവാർ ഞാൻ കാണിച്ചതാ. ബ്യൂട്ടിഫുൾ സൽവാർ ഫ്രം മിന്ത്ര. അത് ആക്ച്വലി 4000 സംതിങ് രൂപയുള്ള സൽവാറാണ്. ഞാനത് ഓഫർ സമയത്ത് എനിക്ക് 1800 കിട്ടിയതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൽവാർ. ഞാൻ കാണിച്ചിട്ട് മിനിറ്റ് ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടെ. സൽവാർ ഇൻ ദ സെൻസ് ലൈക്ക് എന്താ പറയാ, ടോപ്പും ഷോളും മാത്രമേ ഉള്ളൂ. ലെഗിങ്സ് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. നല്ല നല്ല രസമുണ്ട്. ഒരു ഡീസന്റ് സിമ്പിൾ എലഗൻസ് ആണ്. ഇതേണ്ട ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് ടോപ്പ് വന്നിട്ട് ഫുൾ ലെങ്ത് ആണ് ടോപ്പ്. ആൻഡ് സ്ലീവിലും ഉണ്ടോ നല്ല നല്ല ഭംഗിയുള്ള വർക്കാണ്. ആൻഡ് ദെൻ വി ഹാവ് ഷോളില് അത്യാവശ്യം വർക്ക് ഉണ്ട്. ഇങ്ങനത്തെ വർക്ക് കേട്ടോ, ഈ ബോർഡറിൽ 2 എണ്ണത്തിലും ഇങ്ങനത്തെ വർക്ക് ഉണ്ട്. അപ്പൊ ആക്ച്വലി ഇത് 1800 രൂപ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. 4000 രൂപേനെ ഞാൻ വാങ്ങിക്കില്ലായിരുന്നു. ഇത് ഞാൻ നമ്മുടെ എന്താണ് കൊട്ടാരക്കരത്ത് വരുന്നത് വെഡിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ എന്തൊരു വെച്ച് കഴിഞ്ഞാൽ ലാർജ് വാങ്ങിയിട്ട് ഡെലിവേർഡ് ആയി കഴിഞ്ഞപ്പോൾ ലാർജ് ബസ്റ്റ് ഏരിയ ഭയങ്കര ടൈറ്റ് ആയിട്ട് എനിക്കത് റിട്ടേൺ ഇടേണ്ടി വന്നു. എക്സ്ചേഞ്ച് ഇടേണ്ടി വന്നു. എക്സ്ചേഞ്ച് ആണെങ്കിൽ നമ്മൾ പോണതിന് മുന്നേ ഡെലിവേർഡ് ആയൂല. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള മറ്റേ ഫംഗ്ഷന്റെ ഡ്രസ്സാണ് ഇട്ടത്. അപ്പൊ ഞാൻ ഇത് എനിക്ക് എന്നിട്ടും റിട്ടേൺ ആയിട്ട് കൊടുക്കാൻ തോന്നിയില്ല. എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലൈക്ക് എലഗന്റ് വൺ. അപ്പൊ അതുകൊണ്ട് ഞാനിത് വെച്ചു. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴാലോ എന്തൊക്കെയാണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും തപ്പണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനിത് അങ്ങനെ വെച്ചതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കല്യാണം വന്നു അതിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ലൂസാണ്. ചില എക്സല് ഭയങ്കര ടൈറ്റും ലാർജ് ഭയങ്കര ടൈറ്റും എക്സല് ഭയങ്കര ലൂസുമാണ്. മനസ്സിലായി? അപ്പൊ ഇതൊന്നും ഫിറ്റ് ആക്കാണ്ട് ശരിയാവില്ല. സ്ലീവ് ഒക്കെ കണ്ട ഇങ്ങനെ തറസൂരാൻ മാതിരി കിടക്കുക. ഇതൊക്കെ നമുക്ക് ഓൾട്ടർ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആക്കുന്നതാണ് ഇന്നത്തെ എന്റെ ടാസ്ക്. അപ്പൊ എന്റെ ടാസ്കിലേക്ക് കിടക്കട്ടെ. പിന്നെ ഞാൻ ലെഹങ്കയും കൂടി കാണിച്ചു തരാം. ഇത് ഞാൻ റിസപ്ഷൻ ഇടാൻ വേണ്ടി വാങ്ങിച്ച ഒരു സംഭവമാണ്. ഇത് ഞാൻ മിന്ത്രയിലാണ് ഇത് വാങ്ങിച്ചത്. വന്നിട്ട് സെമി സ്റ്റിച്ച്ഡ് ലെഹങ്കയാണ്. അതായത് സ്കേർട്ട് സ്റ്റിച്ച്ഡ് ആണ്, ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഞാൻ താഴത്ത് കാണിക്കാം ഒരു മിനിറ്റ്. വേണ്ട ഇതാണ് ഇതിന്റെ സ്കേർട്ട്. കണ്ടോ, നല്ല നല്ല സ്കേർട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതിന്റെ കളർ ഇതിന്റെ കളർ വേറെ കളേഴ്സ് ഉണ്ട്. ഞാൻ ഈ കളർ എടുക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങാനും ലേറ്റ് ആയാലും ഈ കളർ ബ്ലൗസ് എനിക്കുണ്ട്. പക്ഷെ ബ്ലൗസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ വിത്ത് ബ്ലൗസിന്റെ കൂടെ ഇടുമ്പോഴാണ് ഇതിനൊരു ഭംഗി. അതുകൊണ്ട് ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ്. ഇത് വൈകുന്നേരം കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ സ്കേർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. നല്ല നല്ല ഡ്രസ്സല്ലാണ്. ആൻഡ് ഷോള് വന്നിട്ട് ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. ബിക്കോസ് ഇതിന് വീതിയില്ല ഈ ഷോളിന്. ഇതിന് ഇതല്ല, ഇതാണ് ഇതിന്റെ വീതി. ഇത്രേ ഉള്ളൂ വീതി. അപ്പൊ അതൊരു പ്രശ്നമാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും പിന്നെ മടക്കിയിട്ട് നമുക്ക് സൈഡിൽ പിൻ ചെയ്ത് കൊടുക്കാലോ എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. കണ്ടേ? അയ്യോ ഫൗണ്ടേഷൻ ഒക്കെ എടുത്തു. അതെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഷോള്. അപ്പൊ ഞാൻ ആക്ച്വലി വെയിറ്റ് ചെയ്യും അമ്മ സംസാരിക്കുന്നുണ്ടല്ലേ. ഇത് എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു
ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടത്. എനിക്കൊരു പണ്ട് കിരണ്ട അമ്മ എനിക്ക് വാങ്ങി തന്നൊരു ബനാറസി ടൈപ്പ് ഓഫ് ഒരു ഷോളാണ്. അത് മിനിച്ച എവിടെയാണ് ഈശ്വര കൊളത്തിയേക്കണത്. അപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവോന്ന് നോക്കാം, അറിയില്ല. ഇനിയിപ്പൊ ബ്ലൗസും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. കണ്ടാ ഇത് നല്ല വീതിയുള്ള കുറച്ചും കൂടി രസമുള്ള ഷോളാണ്. പക്ഷെ ഈ ഷോള് കുറച്ച് മെറൂണിഷ് ആണെങ്കിൽ ഇത് കുറച്ച് റെഡിഷ് ആണ്. അപ്പൊ അതും ഈ സ്കേർട്ടും കൂടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട സാധനം. മനസ്സിലായോ? അറിയൊന്നുമില്ല എന്താന്ന് അറിയില്ല, നോക്കാം. ഒന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല, ബ്ലൗസും കൂടി വന്നിട്ട് ഞാൻ തീരുമാനിക്കുള്ളൂ. അപ്പൊ ഇതാണ് സംഭവം. ഇതൊക്കെ എനിക്കത് ഓൾട്ടർ ചെയ്യണം. ഇതല്ല, ഇതൊന്നും ചെയ്യാനില്ല. ഇത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. എനിക്ക് ആ സൽവാർ ഒന്ന് ഓൾട്ടർ ചെയ്യണം. അപ്പൊ നമുക്ക് അതിലേക്ക് കറക്കാം. ഇപ്പൊ 2 റൗണ്ട് ഓൾട്ടറേഷൻ ശേഷം ഇത് നല്ല കറക്റ്റ് ആയപ്പോൾ നല്ല ഭംഗി. ഞാൻ വലുത് പറയുന്നു, ഓൾട്ടർ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക, ഐ മീൻ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ഒരു മിസ്ഫിറ്റിംഗ് ആണ് ശരിക്കും. ഒരു രസമില്ല കാണാൻ, നമുക്ക് തന്നെ ഒരു എടുപ്പ് ഉണ്ടാവില്ല. പക്ഷെ സൈസ് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഇത് കുറച്ച് നേരം കൂടുതൽ എടുത്തു ഞാനൊന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി. 3 പ്രാവശ്യം ഓൾട്ടർ ചെയ്തിട്ട് ചെയ്യത്. കിട്ടിയാ അവിടെ ലോലിപോപ്പ് എവിടെയോ കൊണ്ട് മറന്നിട്ട് നടക്കണായിരുന്നു. അപ്പൊ ഇത് നല്ല കറക്റ്റ് ആക്കിയപ്പോഴാണ് ഭംഗിയായത്. സോ പ്രിട്ടി. എന്തായാലും നിങ്ങൾ കല്യാണത്തിന് പോകണ വ്ളോഗൊക്കെ കാണും. അപ്പൊ ഇത് എങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടാവും കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. ഇനി എനിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് 2 കുർത്ത കുറെ നാൾ മുന്നേ എടുത്ത് കൊടുത്തതായിരുന്നു. പക്ഷെ അമ്മ അത് അതിന് ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾട്ടർ ചെയ്യേണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചു. പക്ഷെ അത് ഓൾട്ടർ ചെയ്യാനുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം കുളിക്കാൻ. അപ്പൊ ഞാൻ വേഗം അതും കൂടി ചെയ്ത് തീർക്കട്ടെ. എന്താണത്? എവിടെ കൊണ്ടിട്ടു? അവിടെ ഉണ്ടായിരുന്നോ? നീട്ട് എടുത്തിട്ട് അവിടെ കഴിച്ച വേഗം. ഇതാണ് എന്റെ അല്ല അമ്മയുടെ 2 കുർത്ത ഉണ്ട്. ഇങ്ങനെ ഉള്ളിലല്ല ഇങ്ങനെ പുറത്താണ് മറക്കുന്നത്. ഞാൻ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടേക്കാണ്. അപ്പൊ ഇതും കൂടി ഒന്ന് ഓൾട്ടർ ചെയ്യണം. നല്ല രസമുള്ള ഡെയിലി വെയർ കുർത്ത, ഇങ്ങനെ കുറച്ച് വർക്കൊക്കെ ആയിട്ടുള്ള നല്ല കുർത്തയാണ് കേട്ടോ. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. വേറെ ഒന്നും ഇല്ല, ഓൾട്ടർ ചെയ്യാൻ ആയിട്ടുണ്ട്. സെറ്റ് ആയിട്ടാ? കറക്റ്റ് ആയില്ലേ അമ്മ? ഇപ്പൊ ഇതും കൂടി അങ്ങനെ ആക്കി തരാം. സെറ്റ് അല്ലേ? നല്ല ഭംഗിയുള്ള കുർത്ത അല്ലേ? അതെ അതെ, ഞാനല്ലേ വാങ്ങിയേ. അപ്പൊ എന്റെ ഓൾട്ടറേഷൻ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി ഒതുക്കി എടുത്ത് വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺ പാക്ക് ചെയ്തോളൂ. കിരണാണ് ഞങ്ങളുടെ ഇവിടെ പാക്കർ. നല്ല സൂപ്പർ ആയിട്ട് ഒതുക്കി പാക്ക് ചെയ്യും. ഞാൻ പാക്ക് ചെയ്താൽ 2 പെട്ടി സാധനങ്ങൾ ഉണ്ടെങ്കിൽ കിരൺ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെട്ടി സാധനങ്ങളായിട്ട് കുറയും. അത്രയും നന്നായിട്ടാണ് പാക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അത്രയും കഴിവൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്നലെ തന്നെ വന്ന് ബ്രഷസ് ഒക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രഷസ് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ രാത്രി കഴുകിയിട്ടാണ്. നന്നായിട്ട് ഉണങ്ങാനുണ്ട്. ഈ ഡെൻസ് ബ്രഷസ് ഒക്കെ ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ, ഇതൊന്നും ഉണങ്ങിയിട്ടില്ല. ഇതിനൊക്കെ നല്ല ഇതിനൊക്കെ ഇനി നല്ല ഉണക്കം കിട്ടാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വെച്ചേക്കാണ് ഞാൻ. ഓക്കെ, അപ്പൊ അത് ഇങ്ങോട്ട് സൈഡിലേക്ക് വെയിൽ അടിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ 12:15 സ്ഥിതിക്ക് ഞാനപ്പോൾ ഓർത്തു എന്റെയും പിള്ളേരും ഡ്രസ്സ് എടുത്ത് വെച്ചാൽ. അമ്മ വരുന്നില്ല കേട്ടോ, അമ്മ വരുന്നില്ല. നമുക്ക് ചെന്നൈ ഫ്രണ്ട്സ് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയും പിള്ളേരുടെ ഡ്രസ്സ് എടുത്ത് വെക്കുകയാണ് ആദ്യം. അതിനുശേഷം പോയി കുളിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഹെയർ കളർ ചെയ്യണം. ബിക്കോസ് എൻ്റെ ഈ റൂട്ട് മുഴുവനും ഗ്രേസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് സാധനം ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോയിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ ഇത് തന്നെ ഈ 5 minutes ഹെയർ കളർ ആണ്. ഞാൻ ഹെയർ കളർ ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെടും. എൻ്റെ ഇവിടെയൊക്കെ നിറച്ച് ഉണ്ട്. എനിക്ക് ഗ്രേ ഉണ്ട്, അതിന് വലിയ പുതിയതായിട്ടൊന്നും ഇല്ല. അതിൻ്റെ അകത്ത് സംഭവം കുറച്ച് ഗ്രേ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. അതിന് 5 മിനിറ്റത്തെ ഹെയറിലോ അത് തേക്കണമുണ്ട്. നമുക്ക് എണ്ണ തേക്കാൻ പറ്റില്ല. ബിക്കോസ് ഡ്രൈ ഹെയറിലേക്കാണത് ആ സാധനം തേക്കേണ്ടത്. അപ്പോൾ ഇന്ന് എണ്ണ തേക്കുന്നില്ല. അപ്പോൾ ഹെയർ കളർ ചെയ്യണം. ഓയ്യോ എൻ്റെ അമ്മേ. അപ്പം ഞാൻ ആദ്യം ഇവിടെ ബെഡിൽ കൊണ്ടുവന്നിട്ട് എല്ലാ ഡ്രസ്സുകളും സെറ്റ് ചെയ്ത് വെക്കട്ടെ. യെസ്, ഇപ്പോൾ ഇവിടെ കുറച്ച് എന്നെ കാണില്ലല്ലേ. ഇറ്റ്സ് ഓക്കെ, ഞാനിവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് വാവയ്ക്ക് കല്യാണത്തിനിടാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മൾ മറ്റേ ലുലുവിൻ്റെ ഹോൾ വീഡിയോത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ലുലു എന്നാണ് വാങ്ങിച്ചത്. അയ്യോ എൻ്റെ കൈ പൊട്ടിയേനെ ഇപ്പോൾ. ഇത് അതിന് ഉള്ളതാണ്. പിന്നെ ഇത് നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോർ ചെയ്ത് തന്നതാണ്. ഈ ഡ്രസ്സ് ഇതൊക്കെ നിങ്ങൾ കണ്ടന്റായിട്ട് കാണും എന്തായാലും. അപ്പോൾ ഇത് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അയ്യോ, ഇതിൻ്റെ ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ എടുത്തിട്ട് വരട്ടെ ഒരു മിനിറ്റ്. അല്ല, ഹെയർ ബാൻഡൊക്കെ സെപ്പറേറ്റ് പാക്ക് ചെയ്യാം. അപ്പോൾ അത് അവളുടെ 2 ഡ്രസ്സ്. ഇത് ഉണ്ണിക്കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം. ഇത് നമ്മൾ എപ്പോഴാണ് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത് ഒരു സെറ്റ്. ഈ ഒരു നല്ല ഭംഗിയില്ല. ഇത് സ്റ്റൈൽ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് നടത്തതാണ്. ഇത് ഷർട്ട്, പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ ഷർട്ട്. ബിക്കോസ് ചൂടായിരിക്കല്ലോ.
പിന്നെ ഈ ഒരു ബേജ് ടൈപ്പ് ഓഫ് ഒരു പാൻറ്റ്, പിന്നെ അവന് റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക്. ഹി ലുക്ക് സോ ഗുഡ് ഇൻ ബ്ലാക്ക്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ബ്ലാക്ക് ഇടുന്നത്. അപ്പോൾ ബ്ലാക്ക് ഷർട്ടും പിന്നെ ഈ ഒരു കളറ് പാൻറ്റുമാണ് അവന് ഫങ്ഷൻസിന് വേണ്ടിയുള്ളത്. പിന്നെ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് ഇതാണ്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഇതാണ് റിട്ടേൺ വരാൻ വേണ്ടിയുള്ള ഡ്രസ്സ്, സ്പെയർ ഡ്രസ്സ്. ഞാൻ എപ്പോഴും സ്പെയർ ഡ്രസ്സ് പാക്ക് ചെയ്യും, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഉണ്ണിക്കുട്ടിയുടെ റിട്ടേൺ വരാനുള്ള ഡ്രസ്സ്. ഇവിടെയാണ് എൻ്റെ സംഭവം. ഇത് റിട്ടേൺ വരാനുള്ള ഡ്രസ്സ് ആൻഡ് എന്താ പറയുക, അതിൻ്റെ ഷോർട്സ്, പിന്നെ സ്പെയർ ഡ്രസ്സ്, ഒരു പേര് സ്പെയർ ഡ്രസ്സ് എനിക്കില്ലാണ്ട് തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് പിള്ളേരായിട്ട് നമുക്ക് പോകുമ്പോൾ തന്നെ അത് ശരിയില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇത് വാവയ്ക്ക് നൈറ്റ് ഡ്രസ്സ്. ചെന്നൈയിൽ പിന്നെ ചൂടായിക്കണോണ്ട് നമുക്ക് സോക്സിൻ്റെ ഒന്നും കാര്യമില്ല. അവൾക്ക് അതിൻ്റെ കൂടെ ലെഗിങ്സ് ആൻഡ് ഓൾസോ ഉണ്ണിക്കുട്ടിക്ക് ഒരു ടീഷർട്ടും ഷോർട്സും. ഇതാണ് ഇവരുടെ ഡ്രസ്സുകളുടെ എണ്ണം. ഇതിനകത്ത് അവൻ്റെ ഷർട്ടും അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് വേണം, അതൊക്കെ പാക്ക് ചെയ്യണേന് തൊട്ട് മുന്നേ വേണം അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന്, ഇതാണ് ഇവൻ്റെ നൈറ്റിലത്തെ ഡ്രസ്സേ. അപ്പോൾ ഇത് ഒന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇപ്പം ഇത്രയും ഡ്രസ്സസ് ആണ് നമ്മൾ 1 night 2 days വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് വെക്കും. കിരൺ വന്നിട്ട് എല്ലാം സെറ്റായിട്ട് വെക്കും കേട്ടോ. എല്ലാം സെറ്റാക്കി വെക്കും. ഞാൻ വന്നിട്ട് ഒതുക്കുക. ഈ കുഞ്ഞിക്കുട്ടിക്ക് അണ്ടർവെയർസ് എടുത്തിട്ടില്ല, വാവിക്കും അണ്ടർവെയർസ് എടുത്തില്ല, അതുകൊണ്ട് എടുക്കാം. യെസ്, അപ്പോൾ ഈ പിള്ളേരുടെ അണ്ടീസും കൂടി ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ അണ്ടീസ് എടുത്ത സ്ഥിതിക്ക് ഇത് നമുക്ക് ഒതുക്കി വെക്കാം. ഓക്കെ, ഇതാണ് അവരുടെ അണ്ടീസ്. ഓക്കെ, അപ്പം ഞാനിനി ഗേൾ ആൻഡ് ബോയ് സെഗ്മെന്റ് ചെയ്ത് വെക്കട്ടെ. ബിക്കോസ് മോസ്റ്റ്ലി ഞാനും ഉണ്ണിക്കുട്ടിയും ഒരു ബാഗും കിരണും വാവയും ഒരു ബാഗ്. അവരങ്ങനെയാണ്. ഞാനും ഉണ്ണിക്കുട്ടിയും ഒരു ടീമും കിരണും വാവയും ഒരു ടീമുമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉണ്ണിക്കുട്ടിക്കും ഒരു ബാഗാണ്, അവനും വാവയ്ക്കും കിരണും ഒരു ബാഗാണ്. അപ്പോൾ അതെ, അവളുടെ 2 ഫ്രോക്ക് ഇവിടെ റെഡി. അതിനുശേഷം അവളുടെ സ്പെയർ ഡ്രസ് 1, സ്പെയർ ഡ്രസ് 2, പിന്നെ നൈറ്റ് ഡ്രസ് ആൻഡ് അണ്ടീസ് അത് റെഡി. ഇനിയുള്ളത് ഉണ്ണിക്കുട്ടിയുടെയാണ്. ഉണ്ണിക്കുട്ടിയുടെ ഇത് വന്നിട്ട് ഈ ബ്ലാക്ക് ഷർട്ടൊക്കെ വന്നിട്ട് നമുക്ക് അയൺ ചെയ്യണം. അത് നമുക്ക് പിന്നെ അയൺ ചെയ്യാം. അപ്പോൾ ഷർട്ട്, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡ്രസ്സ് റെഡി, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡ്രസ്സ് റെഡി, പിന്നെ റിട്ടേൺ വരുമ്പോഴത്തേക്കും ഇടാനുള്ള ഡ്രസ്സ് റെഡി, സ്പെയർ ഡ്രസ് റെഡി. അയ്യോ, സ്പെയർ ഡ്രസ് അതല്ല, സ്പെയർ ഡ്രസ് ഇതാണ്. സ്പെയർ ഡ്രസ് റെഡി ആൻഡ് നൈറ്റ് ഡ്രസ് റെഡി ആൻഡ് അണ്ടീസ് ഓൾസോ റെഡി. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സസ് എല്ലാം ദേ ഇവിടെ നല്ല സെറ്റപ്പ് ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, വാവയുടെയും ഉണ്ണിക്കുരുടെയും. ഇനി നമുക്ക് എടുത്തു വെക്കാനുള്ളത് അവരുടെ ഫുഡ് വെയർസ് ആണ്. ഫുഡ് വെയർസ് നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് ഇടാണ് മോസ്റ്റ്ലി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എൻ്റെ ചെരുപ്പിൻ്റെ ഇടയിൽ കൂടി അവിടെ ചെരുപ്പിടുക അങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പം എൻ്റെ ആയിട്ടില്ലല്ലോ, എൻ്റെ ഞാൻ ആക്കാൻ പോണുള്ളൂ. പിള്ളേരുടെ 2 സെറ്റ് എല്ലാം ഓക്കെയാണ്. വാവയ്ക്ക് ഇനി എൻ്റെ കൂടെയാണ് ആക്സസറീസ് എടുക്കുന്നത് കേട്ടോ. ഈ ഫ്രോക്കിൻ്റെ കൂടെയുള്ള സാധനമാണ് ഇതിട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും അവർക്ക് ആക്സസറീസ് എടുക്കുന്നത്. പിന്നെ എൻ്റെ ഒന്ന് ഒതുക്കി വെക്കാം. ഓക്കെ, എന്താണ് ഓക്കെ ചാച്ച പോട്ടെ, ആട്ടണ്ടേ, കല്യാണത്തിൽ പോട്ടെ. അപ്പൊ ഇത് എൻ്റെ ഞാൻ പറഞ്ഞത് കല്യാണത്തിന് ഡ്രസ്സ്, റിസപ്ഷൻ ഡ്രസ്സ് നമുക്ക് ബ്ലൗസ് കിട്ടാനുണ്ട്. അപ്പൊ എൻ്റെ ഓൾമോസ്റ്റ് സെറ്റ്. ഇത് രാത്രി ഇടാനുള്ള ഡ്രസ്സ്, ഇത് റിട്ടേൺ വരാനുള്ള ഡ്രസ്സും, പിന്നെ കൈൻഡ് ഓഫ് ഒരു എക്സ്ട്രാ ബാക്കപ്പ് ഡ്രസ്സും. ഓക്കെ, പിന്നെ ഇന്നേഴ്സ്, അങ്ങനെ നമ്മളുടെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പാണ്. മേക്കപ്പും ഹെയർ ആക്സസറീസും പിന്നും സ്ലൈഡും അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അതാണ് നമുക്ക്. പിന്നെ നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ ഞാൻ എടുക്കാറില്ല, ബിക്കോസ് ചെറിയ ട്രിപ്പല്ലേ. ഇതിപ്പോൾ 1 night ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും 1 night stand 1 night ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടി കളിയാക്കി പറഞ്ഞ അങ്ങനെയാണ് വെച്ചാൽ ഞങ്ങളുടെ 1 night സ്റ്റേ ഓവറിന് എവിടെയെങ്കിലും നമ്മൾ 1 night ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര പ്ലാനിങ് ഒന്നും നടക്കാറില്ല. അപ്പാർട്ട്മെന്റിലെ ഫ്രണ്ട്സ് എല്ലാം കൂടി, ഗേൾസ് ഒക്കെ കൂടി നമുക്ക് 1 night പോകണം. അവസാനം പറഞ്ഞത് നമുക്ക് 1 night സ്റ്റാൻഡിന് പോകണം.
ചുമ്മാ ഫണ്ട് പറയാട്ടോ. അപ്പൊ നമ്മള് 1 നൈറ്റിന് വേണ്ടി പോകണോണ്ട് ഞാൻ അങ്ങനെ ഹെയർ വാഷ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും എടുക്കാറില്ല. ബിക്കോസ് 2 ദിവസം ഫംഗ്ഷൻ ഉണ്ട്. സോ ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് വാഷ് ചെയ്തിട്ടാണ് പോണത്. അപ്പൊ അതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഞാനിവിടെ നിന്ന് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി പണിയുണ്ട്. ലാപ്ടോപ്പ് സന്ധ്യ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോസും പിന്നെ കുറച്ച് ഷോർട്സും. അതൊക്കെ കൂടി ഒന്ന് പ്രൂഫ് ചെക്ക് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യാനുള്ള സംസാരിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താന്ന്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങാൻ വേണ്ടി പോകണം. പിന്നെ എനിക്കൊന്ന് പെടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ത്രെഡിങ്ങും പെടിയും. അപ്പൊ അതും കൂടി ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ചു പറഞ്ഞ വഴി വേണം എനിക്ക് എന്റെ മേക്കപ്പും ഹെയറും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിപ്പോ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതിപ്പോ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടി പോണെന്ന് വെച്ചാൽ വാവേനെയും കുളിപ്പിക്കണം, എനിക്കും കുളിക്കണം. അപ്പൊ ഞങ്ങള് കുളിക്കാൻ പോവാ. ബൂബോ ബൂബോ കുളിക്കാം. നോക്കൂ കുച്ചാം, സുന്ദരിക്കുട്ടി ആവണ്ടേ, പൊന്നുകുട്ടി ആവണ്ടേ. നാളെയാണ് കല്യാണത്തിൽ പോണത്, ഇന്നല്ലേട്ടോ. ഏർലി മോർണിംഗ്. എപ്പോ? ഏർലി മോർണിംഗ്. പറഞ്ഞേ എടാ, നമുക്ക് മറ്റേ പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്കാം. സെയിം സെയിം ബട്ട് ഡിഫറെന്റ്. നോ മണി നോ ഹണി. Good boy goes to heaven. Bad boy goes to Bangkok. ഇപ്പൊ ഞാൻ ഹെയറില് ഞാൻ റൂട്ട്സ് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പൊ ഇത് അയച്ചിട്ടുണ്ട്. ഞാൻ യൂഷ്വൽ ഡാർക്ക് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ബ്രൗൺ തീർന്നു, എന്നെ ഓർഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ കയ്യിലുള്ള ബ്ലാക്ക് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ബ്ലാക്ക് എനിക്ക് വലിയ താല്പര്യമില്ല വരുന്നു ബിക്കോസ് ഒരു പെയിന്റ് അടിച്ച ലുക്ക് വരുമെന്നൊരു പേടിയാണ് എപ്പോഴും. അതില്ല, ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കട്ടെ, കുഴപ്പമില്ല. കുഞ്ഞി കുളിക്കാൻ പോവാം. വേഗം റെഡി ആവും, കുളിച്ചിട്ടാട്ടെ ഞങ്ങള്. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ കുസ്തിക്ക് ശേഷം ഞാൻ കുളിച്ചിട്ട് വന്നു. കുസ്തി ഇൻ ദ സെൻസ് ലൈക്ക് ഒന്ന് ഷേവ് ഹാൻഡും ലെഗ്സും അണ്ടർആംസും ഒക്കെ ഷേവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷാമ്പു ചെയ്ത് നമ്മൾ കണ്ടീഷണർ ഇട്ടു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. വന്ന് സ്കിൻ കെയർ ചെയ്തു. അപ്പോഴത്തേക്കും 1:40 ഇനി എനിക്ക് ഞാൻ ചെയ്യണത് ഫുഡ് കഴിക്കാണ്ട് പോയി. ഇന്ന് നമുക്ക് അധികം കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ വൈകുന്നേരം അമ്മ കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കപ്പ, ഞാനും അമ്മയും മാത്രമാണ് ഞങ്ങൾക്ക് കപ്പ ഭയങ്കര ഹാപ്പിയാണ്. കിരണൊന്നും കപ്പ ഒന്നും കഴിക്കില്ല. അപ്പോൾ അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കപ്പയാണ്. അപ്പോൾ നമുക്ക് കപ്പ ചൂടാക്കിയാൽ മതി. ഫ്രിഡ്ജിലുണ്ടായിരുന്നു, കൂടുതൽ വാങ്ങിച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻകറി, അതാണ്. സോ എക്സൈറ്റഡ് ടു ഹാവ് കപ്പ ആൻഡ് മീൻകറി. അപ്പോൾ അതിനുശേഷം എനിക്ക് വേഗം 2 മണിക്ക് മുന്നേ, 2 മണിക്ക് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിട്ട് ലാപ്ടോപ്പ് വാങ്ങിച്ചിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കണം. അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. ഇവിടെ പൊടിച്ചീനെ തീറ്റിക്കുന്ന കർമ്മത്തിലാണ് അമ്മ, അല്ലേ അമ്മ? അമ്മ ഇങ്ങനെ അമ്മയുടെ പല്ലവി എന്താ അമ്മ? സ്ഥിരം പല്ലവി പറഞ്ഞു കൊടുക്കും. പറയും വീഴുകുമോളെ. അമ്മ ഇങ്ങനെ പറഞ്ഞു തോറ്റ് തൊപ്പിട്ട് കിടക്കണോടെ. അതെ, അമ്മ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പോവാ. വിഴുങ്ങുമോളെ. എവിടെ വാവ നോക്കിയടാ വാവ കടയിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. വെള്ളവും അതെ പാപ്പോ അതെ അല്ലേ? കണ്ടാ കാന്താരി. യെസ്, അങ്ങനെ നമ്മളുടെ കപ്പയും നല്ല അടിപൊളി മീൻകറിയും കൂടി കഴിക്കാൻ വേണ്ടി പോണം. അമ്മോ, നെയ്മീൻകറി ആയിരുന്നേ. അല്ല, നെയ്മീൻകറി ആയിരുന്നു. അത് കഴിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കപ്പ വാങ്ങിക്കണം അല്ലേ അമ്മ? പെട്ടെന്ന് കപ്പ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു രുചി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വാങ്ങിച്ചിട്ട്. അപ്പൊ നമ്മൾ കപ്പയും നല്ല നെയ്മീൻ കറിയും കൂടി എൻജോയ് ചെയ്യണം. ഞാനിപ്പോ ഊണ് കഴിച്ചിട്ട് ഞാൻ സന്ധ്യേൻ്റെ അടുത്ത് പോവാണ്. ലാപ്ടോപ്പ് എല്ലാം ലൈക്ക് ഇന്നലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതെല്ലാം സെറ്റാക്കി. കുറെ നേരം 12 o'clock മുന്നേ 12 o'clock എല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാം ഷട്ടപ്പ് ചെയ്ത് ചെക്ക് ചെയ്ത് ഷട്ടപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഓടട്ടെ. പില്ലറിന്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുകയാണ് സന്ധ്യ. മറ്റേ മതിലുകൾ സിനിമ മതിയാണ്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞോ? യെസ്, അങ്ങനെ നമ്മളുടെ എഡിറ്റ് ചെയ്ത വസ്തുവകകൾ കിട്ടിയിട്ടുണ്ട്. സന്ധ്യ ഭയങ്കര ഷൈ ആയതുകൊണ്ടാണ് ക്യാമറയിൽ വരാത്തത്. അവസാനം വന്നിട്ട് സന്ധ്യ ചേച്ചിക്ക് ഭയങ്കര ചാടിയാണല്ലോ എന്നൊന്നും പറയരുത് കേട്ടോ. കിരണിനെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കംഫർട്ടബിൾ ആണോന്നില്ലല്ലോ. എന്നാലും ഞാൻ ഇടയ്ക്ക് അവരൊക്കെ ഇങ്ങനെ ഒന്ന് ചൊറിയണതല്ലേ ഇടയ്ക്ക് വീഡിയോ എടുത്തിട്ട്. അപ്പൊ ഇനി നമുക്ക് പോയിട്ട് അത് പ്രൂഫ് ചെക്ക് ചെയ്യണം. പ്രൂഫ് ചെക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ചധികം പരിപാടി ഉണ്ട്. സോ നമുക്ക് വേഗം തന്നെ ഷാർപ്പായിരുന്നു കാണിക്കാറുണ്ട്. ആൻഡ് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം എപ്പോഴും ട്രിപ്പിന് പോണതിൻ്റെ തലേദിവസം വിൽ ബി ലൈക്ക് വെരി ഹാർഡ്, ഭയങ്കര ബിസി ആയിരിക്കും. സോ നമ്മൾ ഡിലേ ആവാണ്ട് എല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് നമ്മളുടെ വലിയ ടാസ്ക്. ഇപ്പൊ ഞാൻ എൻ്റെ
ഇന്ന് ഫ്രൈഡേ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോന്റെ പ്രൂഫ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിലൂടെ ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കണം, ഇതൊന്ന് നോക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയിലാണേ. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞു, എക്സ്പോർട്ട് ചെയ്തു. ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്യാനിട്ടേക്കാണ്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടി റെഡിയാവാണ്. എവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഗോളായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നതാണ്, അച്ചീവ് ചെയ്യേണ്ട ഗോളായിട്ട് എഴുതി വെച്ചിരുന്നതായിരുന്നു ഡ്രൈവിംഗ്. പക്ഷെ നടന്നില്ല. ഓരോ മാസവും അത് എന്നൊക്കെ പറഞ്ഞിട്ടത് മുടങ്ങിപ്പോയി. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു വർഷത്തെ ഗോളൊന്നും വെച്ചില്ല, ഒരു മാസത്തെ ഗോൾ വെച്ചുള്ളൂ. അതായത് ജാനുവരിയിലുള്ളിൽ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയി തുടങ്ങി ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളൊരു ഗോളാക്കി ഞാൻ ഒറ്റ വർഷം, അത് 2024 ഗോളായിട്ട് ഞാൻ കൊടുക്കാണ്ട് 2024 ജാനുവരി ഗോളായിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ഈ വീക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ആൻഡ് ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ ദിവസമാണ്. എക്സൈറ്റഡ് ആണ്, കൊള്ളാം. എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകാൻ കേട്ടോ. 10 ദിവസത്തെ ക്ലാസ്സും അവരുടെ വണ്ടിയിൽ ആൻഡ് നമ്മുടെ വണ്ടിയിൽ ബാക്കി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും അവരെ വിളിക്കാം ട്രെയിനിങ്ങിന്, അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്തോ ഈ പ്രാവശ്യം പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയാണ്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വണ്ടി ഓടിക്കുന്നുണ്ട്, ഞാൻ മാത്രമാണ് വണ്ടി ഓടിക്കാത്തത്. അപ്പോൾ എനിക്കൊരു വിഷമം, ഞാൻ എന്താണ് വണ്ടി ഓടിക്കാൻ പഠിക്കാത്തേ അങ്ങനെ. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് വണ്ടി ഇവിടെ വീക്ക് ഡേയ്സ് ഒക്കെ കിടപ്പുണ്ട്, നമുക്കൊരു ആവശ്യത്തിന് എടുക്കാൻ പറ്റണില്ല. ഒരു അത്യാവശ്യം വരുമ്പോൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യണം, അതൊരു പാടുള്ള വണ്ടി ഉണ്ടായിട്ട്. അപ്പോൾ അതൊന്നും ഇനി നമ്മൾ സമ്മതിക്കില്ല. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്യും. ഈ വർഷം എന്തായാലും ഡ്രൈവ് ചെയ്യും. ആൻഡ് ഒട്ടും വൈകാണ്ട് തന്നെ എനിക്ക് ഓടിച്ചു തുടങ്ങും എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഉണ്ട് ഈ പ്രാവശ്യം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഐ വോണ്ട് ടു കം ഔട്ട് ഓഫ് മൈ ഫിയർ ആൻഡ് ഡൂ സംതിങ് വിച്ച് ഇസ് ചാലഞ്ചിങ്. ഇത് എനിക്ക് കുറച്ച് ചാലഞ്ചിങ് ആണ്, ബിക്കോസ് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കും. അപ്പോൾ പഠിക്കാൻ പോയി തുടങ്ങി. അപ്പോൾ എന്തായാലും എനിക്ക് പ്രശ്നം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ലെറ്റ്സ് സീ. എന്നുവെച്ചാൽ ഇതിപ്പോൾ എൻ്റെ ഒരു ആവശ്യമാണ്. മറ്റേത് എനിക്ക് അത്ര വലിയ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ആവശ്യമായതുകൊണ്ട് എനിക്ക് പഠിച്ചേ പറ്റൂ, മനസ്സിലായോ? അപ്പോൾ ഞാനിപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ബിക്കോസ് ഇത് ഞാൻ പോകുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എക്സിറ്റിൽ പുള്ളി വന്നിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങിയാൽ മതി, അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പോൾ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ്, നമുക്ക് അപ്പോൾ പോകാം. ഇതാണ് എന്റെ ട്രെയിനർ അല്ലേ? Say hi. Hi. നാം ബോലിയേ പ്ലീസ്. മോഹൻ. ഇപ്പൊ പുള്ളിയാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. मैं कैसा स्टूडेंट है? സൂപ്പർ മാഡം, സൂപ്പർ ഡ്രൈവ് करता. എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും വണ്ടി ഓടിക്കും, എന്നെ നല്ല സൂപ്പറായിട്ട് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആജേ നമ്മൾ വേറെ പിക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. हाँ मैडम आजे. ठीक है ठीक है ठीक है. अब मैंने ऑलरेडी बोला है ना, मेरा पूरा फ्रेंड्स ड्राइव करते हैं, मुझे भी चाहिए അങ്ങനെ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു ഡോണ്ട് വറി, 10 ക്ലാസ്സസ് ഈ വണ്ടിയിലാണ്. അത് കഴിഞ്ഞിട്ട് आपने मेरे गाड़ी में ट्रेनिंग भी दिया है ना. അപ്പൊ എന്റെ വണ്ടിയിലും കൂടി ട്രെയിനിങ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ടൈം. അപ്പൊ നമുക്ക് നമ്മളുടെ വണ്ടിയിൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആവില്ലേ. അപ്പൊ ഇസ് ബാർ അച്ഛേ करते हैं है ना. आज 4th दिन, फोर्थ डे. आज 4th डे मैडम, अच्छा ड्राइव कर रहा हूँ. और 6th डे में परफेक्ट. सच में? हाँ सच में. ആക്ച്വലി നാളെ നമ്മള് ട്രാവലിംഗ് അല്ലായിരുന്നെങ്കിൽ നാളെ നമ്മൾ വണ്ടി ഒന്ന് എടുത്ത് നോക്കായിരുന്നു പറഞ്ഞു അല്ലെ. कल में ट्रैवल करते हैं ना, इसी से हमको मेरा गाड़ी में नहीं ट्रेनिंग दिया. नहीं दिया. नहीं देने മുഷ്കിലേ. After 10 classes you take your car training. അപ്പൊ പറഞ്ഞു പോയിട്ട് നമ്മൾ വന്ന് ആ 6 ഡേയ്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സൂപ്പർ ആക്കി തരാന്നുണ്ട് അല്ലെ. മേരെ ഗാഡിമേ അച്ഛ ട്രെയിനിങ്. അപ്പൊ എനിക്ക് ഈ പ്രാവശ്യം നമ്മള് നാട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് അത്രയും കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചാടിപ്പോ പൂരാ मुझे लाइसेंस है ना, 10 साल से पहले मैंने लाइसेंस है, क्योंकि और अयो हर टाइम में मैं गाड़ी ऑन करने के टाइम में ना ऑफ आती है. ट्रिक भाई अभी ओके है ना? अभी ओके. അപ്പൊ പുള്ളി വന്നിട്ട് നല്ല നല്ല കുറെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ഉണ്ട്. इस बार मुझे ज्यादा कॉन्फिडेंस है अच्छे से ड्राइव करने ऐसा. 4th दिन में मैडम को परसेंटेज 50. 50. അതെ. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു, എന്റെ ടാറ്റു കണ്ടപ്പോഴത്തേക്കാണ് ചോദിച്ചത് വീഡിയോ ചെയ്യാനുണ്ടോ അല്ലെ. മേനെ ടാറ്റു അവനെ നോട്ടീസ് ചെയ്യാനാ. അപ്പൊ പുള്ളി എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും. ഹാപ്പി ഓക്കേനാ? അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് 1 hour തീരാറായി. 5 moments ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടുന്ന് ഒരു ലേഡി ഉണ്ട്. അപ്പൊ അവരെ പിക്ക് ചെയ്തിട്ട് ഇനി ഒരു 5 minutes കഴിഞ്ഞ് കൂടി ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ എന്റെ വീടെത്തും. അപ്പൊ ഞാൻ അവിടെ ഇറങ്ങും, അവര് കയറും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഹംകോ മൺഡേ
See you on Monday. Okay, ma'am. Okay. Same time, same place, same trainer, same car. Yeah. Okay. Okay. Bye. അങ്ങനെ നമ്മൾ ഇന്നത്തെ 4ാമത്തെ ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിരിക്കട്ടോ. പുള്ളി നല്ല കമ്പനിയാണ്, നല്ല രസമായിട്ട് കുറേ ട്രിക്സ് ഒക്കെ പറഞ്ഞുതരും. അതാണ് കുറച്ചും കൂടി രസം. എന്നിട്ടാണ് കുറേ ഞാൻ നാട്ടിൽ നിന്ന് എനിക്കറിയില്ല, എനിക്കറിയെങ്കിൽ ഓർമ്മയില്ലാത്തതല്ല, എനിക്ക് ചിലതൊന്നും എനിക്കൊരു പിടുത്തമില്ലാത്ത സംഭവം. പക്ഷെ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതൊക്കെ ഇത്ര ഈസി ആയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പുള്ളി അന്ന് പിടിപ്പിച്ചെങ്കിൽ ഞാൻ പിന്നെ എങ്കിലും വണ്ടി ഓടിച്ച് പോയേനെയാണ് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അറിയില്ല കേട്ടോ. എന്തായാലും ഈ പ്രാവശ്യം പുള്ളിയുടെ ട്രെയിനിങ് കൊള്ളാം, കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. വണ്ടി എടുത്തിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും തരാമെന്നാണ് പറഞ്ഞത്. സോ ഞാൻ അതുകൊണ്ട് ഓൾറെഡി ചാവി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ നമ്മുടെ സ്കൂട്ടറിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിഞ്ഞു എന്ന് നോക്കാം. നമ്മുടെ എന്തിനാ പറഞ്ഞ പ്ലാനിന് ചെറിയൊരു മാറ്റം. ഞാൻ ആദ്യം വന്നേക്കുന്നത് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്ലൗസിന് ഹുക്ക് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് പെഡിക്യൂർ ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ണെഴുതാത്തത് കൊണ്ട് എന്തോ മാറ്റി ഇരിക്കുന്നല്ലേ. അപ്പോൾ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞു, ത്രെഡിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടി പോകാം. ഇപ്പോഴത്തെ കഴിഞ്ഞിട്ടുണ്ടാവും, 1/2 മണിക്കൂർ തീരുമെന്നാണ് പറഞ്ഞത്. ദൈവം എന്തോ മാതിരി ഇരിക്കണേനെ കാണാൻ വേണ്ടിയിട്ട് കണ്ണെഴുതാത്തതുകൊണ്ട്. നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്തത് വാങ്ങിയിട്ട് വന്നിട്ട് വേണം വീഡിയോ ബാക്കി അപ്ലോഡ് ചെയ്യാൻ. ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ഇട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് മേക്കപ്പ് റിവ്യൂ വേണ്ട, അതിന് ലിങ്ക് വേണം. അപ്പം ലിങ്ക് ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വേഗം വന്നിട്ട് വേണം ലിങ്ക് ഇട്ടിട്ട് അത് ലൈവ് ആക്കാൻ. യെസ്, അങ്ങനെ ഞാൻ സ്റ്റിച്ചിങ് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്കും പുള്ളി എല്ലാം സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ച കൊടുത്ത മാതിരത്തെ പാറ്റേൺ ഫോർ എൻ്റെ ബോഡി ടൈപ്പിൻ്റെ മാച്ചിങ് ആയിട്ടാണ് ചെയ്ത് തന്നത് കേട്ടോ. ഇത് കുറച്ചും കൂടി പെറ്റീറ്റായിട്ടുള്ളവർക്ക് നല്ല രസമുണ്ടാവും. പക്ഷേ നമ്മൾ കുറച്ച് രണ്ട് ഡെലിവറി കഴിഞ്ഞ് ബസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ബ്ലൗസിൻ്റെ കൈത്തി കൊണ്ട് നീളം കൂട്ടിയിട്ടാണ് തയ്ച്ചേക്കുന്നത്. അത് നല്ല പെട്ടെന്ന് തയ്ച്ചെന്നല്ലോ, ആ ഒരു സമാധാനത്തിലാണ് ഞാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെന്നൈ വ്ളോഗിൻ്റെ അകത്ത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കാണാം. ഇതാണ് ആക്ച്വലി ഞാൻ സ്ഥിരം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന ശ്രീ സായി ഫാഷൻ ഡിസൈനറെ. ഇത് നമ്മൾ എന്താ പറയുക, അയ്യപ്പൻ നഗർ കൊടിക്കകളി റോഡ് എന്ന് പറയും. ഇവിടെയാണ് എല്ലാം ഞാൻ കൊടുക്കുന്നത്. ഇവിടെ തന്നെ നല്ല സൂപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് സത്യം. പുള്ളിക്ക് ഹിന്ദി അറിയാം, തമിഴ് അറിയാം, തെലുങ്ക് അറിയാം, അങ്ങനെ അറിയാൻ പാടാത്ത ഭാഷയില്ല. പക്ഷെ മെല്ലെ മാത്രം അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കിടന്ന് കുസ്തി പിടിക്കലാണ് പരിപാടി. എനിക്ക് തമിഴും കുറച്ചറിയാം, ഹിന്ദിയും കുറച്ചറിയാം. രണ്ടും കൂടി നല്ല തലവേദനയാണ് എനിക്ക്. രണ്ടും മര്യാദയ്ക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും ബ്ലൗസ് കിട്ടി, നമുക്ക് പോയിട്ട് ഫിറ്റിംഗ് നോക്കണം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോവാം കേട്ടോ. ഞാൻ വീട്ടിൽ വന്നിട്ട് അപ്പോൾ തന്നെ ബ്ലൗസ് ഇട്ട് നോക്കുമായിരുന്നു കേട്ടോ. ബ്ലൗസിൻ്റെ മെഷർമെന്റ് അല്ല, അതിൻ്റെ ഇത് എങ്ങനെയുണ്ട്, നല്ല രസമില്ല കാണാൻ. കൈ ഞാൻ ഇത്രയും കൂട്ടാൻ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് എൽബോന്റെ മേലെയുള്ള കൈയായിരുന്നു എനിക്കിഷ്ടം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ആൻഡ് എന്നിട്ടോ ഇതെങ്ങനെയുണ്ട് ഈ കെട്ടും പൊട്ടും. ഇത് ഈ സാധനം മെയിൻ ഇവിടെ ക്രോസ് ആയിട്ട് ബാക്കിൽ പോകും കേട്ടോ. അങ്ങനെയാണ്. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആ മറ്റു ചെന്നൈ വ്ളോഗൊക്കെ കാണുമ്പോൾ കണ്ടാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റിന് തപ്പിയെടുത്തതാണ്. കൊള്ളാവോടാ, ഇഷ്ടപ്പെടാ? ഉറങ്ങി എനിച്ചിരിക്കാനോട് എടുത്ത് ഇല്ലേ, കണ്ട. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് വരും. ആൻഡ് ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആയിട്ടുണ്ട്. പുള്ളി എപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് തയ്ക്കുന്നത്. നമുക്ക് സ്കേർട്ട് വിട്ട് വെക്കാം. കൊള്ളാം. കാരണം എങ്ങനെയാണ് എൻ്റെ സ്കേർട്ട് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് സ്റ്റൈലൊക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാവും. ഇനി നമുക്ക് ഷോളും കൂടി ഡിസൈഡ് ചെയ്തിട്ട് വേണം ഇതൊന്ന് നമുക്ക് കൺഫേം ചെയ്തിട്ട് പാക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നൈസ് നോ. ഓക്കെ, ആരോടോ ഓക്കെ ബൈ പറഞ്ഞത്? ആരോടോ പറഞ്ഞത് ഓക്കെ ബൈ? ഹലോ, ഞാൻ വന്നിട്ട് ഭയങ്കര തിരക്കായി. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഇടാനുണ്ടായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ആക്ച്വലി സമയം നിർക്കുമല്ലോ. ലിങ്ക്സ് ഇടാൻ വേണ്ടി കുറേ സമയം എടുത്തു. പക്ഷേ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിട്ടു. ഇതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടി ഓൾറെഡി 4 മണിക്ക് മുന്നേ സ്കൂളിൽ നിന്ന് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ ട്യൂഷന് പോകുന്നുണ്ട്. അവൻ ഹിന്ദി ട്യൂഷന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പോയി അമ്മയാണ് കൊണ്ടതാക്കിയത്. ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്താ പരിപാടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഐ എം ടയേർഡ്. വെറുതെ എങ്കിലും കുറച്ച് ടയേർഡ് ആവാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്താ എനിക്ക് പണിയാവുന്നത് വെച്ചാൽ, ഇനിയിപ്പോൾ പാക്ക് ചെയ്യും കിരൺ വന്നിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും കൂടി സ്റ്റുഡിയോയിൽ പോകണം. സ്റ്റുഡിയോയിൽ പോയിട്ട് എനിക്ക് കൊണ്ടുപോകാനുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് എടുത്ത് വെക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അങ്ങോട്ട് ലൈക്ക് ഫുൾ ഡേ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി പോകും. വെച്ചാൽ ഇനി എനിക്ക് പാക്ക് ചെയ്യണം, കൊണ്ടുപോകുന്ന സാധനങ്ങൾ ബാക്കിയുള്ളത് എടുത്ത് വെക്കണം. ഇനിയും കുറച്ച് തിരക്കുകളുണ്ട്. അപ്പോൾ ഞാനിത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആക്കണില്ല. പിന്നെ എനിക്കിത് കോപ്പ് ചെയ്തിട്ട് സന്ധ്യക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ.
അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഇവിടത്തോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാനുണ്ട് കണ്ടന്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി മിക്കാറും നെക്സ്റ്റ് ഡേ തൊട്ട് അല്ലെങ്കിൽ അടുത്ത് തന്നെ തൊട്ട് നമുക്ക് ചെന്നൈൻ്റെ വ്ളോഗ്സ് ആയിരിക്കും. ചെന്നൈ കല്യാണത്തിന് പോയാൽ 1-2 വ്ളോഗ് ആയിരിക്കും, എനിക്ക് അറിയില്ല, 2 ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും ഒരു വ്ളോഗ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ബിക്കോസ് നമ്മൾ ഇന്ന് പോയി നാളെ ഇങ്ങ് വരില്ലേ, അപ്പോൾ അതുകൊണ്ട് 2 വ്ളോഗൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോ എവിടെ ബേബി ബൈ പറയൂ, ബൈ പറയടാ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ. അതെ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.